നമസ്കാരം. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ ADGP പി വിജയന് പങ്കുണ്ടെന്ന വ്യാജമൊഴി നൽകിയ സംഭവത്തിൽ MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് DGP. സിവിലായും ക്രിമിനലായും നടപടി സ്വീകരിക്കാമെന്നാണ് DGPയുടെ ശുപാർശ. സ്വർണ്ണക്കടത്തിൽ പി വിജയന് പങ്കുണ്ടെന്ന് SP സുജിത് ദാസ് അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു അജിത് കുമാർ മൊഴി നൽകിയിരുന്നത്. എന്നാൽ സുജിത് ദാസ് ഇക്കാര്യം പിന്നീട് നിഷേധിക്കുകയായിരുന്നു. പി വിജയൻ നിയമ നടപടി ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇതിൽ സർക്കാർ അഭിപ്രായം DGPയോട് ചോദിച്ചിരുന്നു. ഇതിലാണ് ഇപ്പോൾ കേസെടുക്കാമെന്ന് DGP വ്യക്തമാക്കിയിരിക്കുന്നത്. തെറ്റായ മൊഴി ഒപ്പിട്ട് നൽകി ഇത് ക്രിമിനൽ കുറ്റമാണെന്നും DGP വ്യക്തമാക്കി. ഇനി തുടർ നടപടി സ്വീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. കേരള പോലീസിനെ തന്നെ ഞെട്ടിച്ചതായിരുന്നു ഈ ഒരു ആരോപണം. പോലീസിലെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വിജയൻ എത്താതിരിക്കാനുള്ള നീക്കമായിരുന്നു ഈ ആരോപണത്തിന് പിന്നിലെന്ന വിലയിരുത്തലും എത്തിയിരുന്നു. കേരളത്തിലെ ഏറ്റവും ജനകീയനായ പോലീസ് ഉദ്യോഗസ്ഥനായാണ് വിജയനെ പരിഗണിക്കുന്നത്. ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി IPS നേടിയ ഒരു സാധാരണക്കാരൻ. ആദ്യവട്ടം 10ാം ക്ലാസ് ജയിക്കാൻ കഴിയാത്ത ജീവിത ദുരിതങ്ങളെയായിരുന്നു കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം മറികടന്നത്. സേനയിലെത്തിയ ശേഷം അന്വേഷണ മികവ് കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സ്റ്റുഡന്റ് കേഡറ്റും ശബരിമലയിലെ പുണ്യം പൂങ്കാവനവും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായി. എന്നാൽ ADGP MR അജിത് കുമാറിന് വിജയനെ തീരെ താല്പര്യമില്ലായിരുന്നു. ഈ താല്പര്യക്കുറവായിരുന്നു ആ മൊഴിയിൽ പ്രതിഫലിച്ചിരുന്നത്. ഒരു തെളിവുമില്ലാതെയായിരുന്നു അജിത് കുമാറിന്റെ ഭാഗത്തു നിന്ന് വിജയനെതിരെ ആരോപണം വന്നത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ IG ആയിരിക്കെ പി വിജയന് സ്വർണ്ണക്കടത്തിൽ പങ്കുള്ളതായിട്ടായിരുന്നു ആരോപിച്ചിരുന്നത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലെ മറ്റു ചില അംഗങ്ങൾക്കും സ്വർണ്ണക്കടത്തിൽ പങ്കുള്ളതായി സുജിത് ദാസ് അറിയിച്ചിരുന്നുവെന്നും ഇക്കാര്യം അറിഞ്ഞ ശേഷമാണ് സ്വർണ്ണക്കടത്തിനെതിരെ കർശന നടപടിക്ക് താൻ നിർദ്ദേശിച്ചതെന്നും അജിത് കുമാറിന്റെ മൊഴിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് തെളിവുകളൊന്നും അജിത് കുമാർ ഹാജരാക്കിയിരുന്നില്ല. സുജിത് ദാസ് ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു. അജിത് കുമാറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ളതായി PV അൻവർ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് DGP നൽകിയ വിശദീകരണത്തിലായിരുന്നു MR അജിത് കുമാർ പി വിജയനെതിരെ ആരോപണം ഉന്നയിച്ചത്. തനിക്കെതിരായ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനപ്പുറം വിജയനെ കൊടുക്കുക എന്ന ലക്ഷ്യവും മൊഴി നൽകലിൽ ADGP പുറത്തെടുത്തുവെന്നായിരുന്നു വിലയിരുത്തൽ.